ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ഞാൻ വിചാരിച്ച്, മറ്റൊന്നുമല്ല. അപ്പോൾ നമ്മൾ പരിപാടി കാണുന്ന ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മളെ കുടുംബത്തിലെല്ലാം ഒന്ന് പരിചയപ്പെടുത്തുമെന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്, ഇതാണ് വീട്. പിന്നെ അപ്പോൾ നമ്മളിവിടെ കുട്ടികളും വിലാളെല്ലാം കൂടെ 10 ആളുണ്ട്. വലിയ ചെറിയ കുടുംബം. അപ്പോൾ ഏട്ടൻ പണിക്ക് പോയിനി, പിന്നെ ഏട്ടനും പണിക്ക് പോയിനി. അപ്പോൾ അച്ഛൻ താഴോട്ടേടി പോയിട്ടുണ്ട് പറമ്പത്ത്, ഞാൻ കാണിച്ചു തരാം. അത് ഏട്ടൻ്റെ അമ്മയാണ് വാവേനെയും തട്ടി അകത്തേക്ക് പോകുന്നത്. പിന്നെ തനൂട്ടി സ്കൂൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. തനൂട്ടിക്ക് സ്കൂളിൽ എന്തോ പൂക്കളെല്ലാം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പൂക്കൾ പറിക്കുന്ന ഇത്രയും പൂക്കൾ പറിക്കുന്ന തിരക്കിലായിരുന്നു. പൂ കാണിച്ചു കൊടുക്കാം. തനൂട്ടിക്ക് ഇത്ര പൂവാണ് കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ സന്തോഷത്തിലാണ് തനൂട്ടി. അല്ലേ തനൂട്ടി? ഇതാണ് ഏട്ടൻ്റെ അമ്മ. പിന്നെ മോളതാ അച്ഛൻ വരുന്നുണ്ട്, ഏട്ടത്തിയമ്മേൻ്റെ അകത്ത്. തൊഴിലുറപ്പിന് പോകാൻ റെഡി ആയിട്ടിരിക്കലാണ്. അപ്പോൾ അച്ഛനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ഛൻ ഇതാ കണ്ടിട്ട് പറമ്പത്തെല്ലാം പോയി രാവിലെ തന്നെ അച്ഛന് പണിയാണ്. ഇതാണ് അച്ഛന് കാലിൽ ചെറുങ്ങനെ നീര് വന്നത്. പക്ഷെ അച്ഛൻ അടങ്ങിക്കുകയില്ല കേട്ടോ. അച്ഛനിങ്ങനെ പറമ്പത്ത് വാഴയിൽ വാടി ഓടുമ്പോൾ ഒരേ പണി തന്നെയാണ്. ഞാനങ്ങോട്ട് പോട്ട് എന്ന് പറയുന്നുണ്ട്. തനൂട്ടി നേരെ നടന്നങ്ങ് താഴെ വയലിൽ പോയിട്ടുണ്ട് പൂ പറിക്കാനേ. അപ്പോൾ നമ്മളെ നാടെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഭാഗം നല്ല അടിപൊളി നാടാട്ടോ നമ്മളെ നാട്. മട്ടന്നൂർ കൊടുവള്ളിപ്പുറം. തനൂട്ടിക്ക് ചെറിയ എന്തോ ഒരു പൂ കിട്ടിയിട്ടുണ്ട്. എന്ത് പൂവാന്നറിയില്ല. കാക്കപ്പൂവാണോ അത്? കാക്കപ്പൂവല്ല മോളേത്. പിന്നെ ഇതാണ് കുറച്ച് മഞ്ഞപ്പൂ. നമ്മളിവിടെ ഡെയ്സിന്ന് അങ്ങനെ എന്തോ പറയും. ഇതെല്ലാടെയും നമ്മൾ പറയുന്നതിൻ്റെ പേര്. വായിലിട്ട് ചവച്ചാൽ പല്ലുവേനുണ്ടെങ്കിൽ അത് പോകും പോലും. അപ്പോൾ അച്ഛനെ കണ്ട, അച്ഛൻ അനങ്ങാണ്ടിരിക്കുകയേയില്ല. അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ അത് അവരെ ഒരു ശീലമാണ്, അതുകൊണ്ട് തന്നെ അച്ഛന് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നേ. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ നാട്. നമ്മളെ വീടിൻ്റെ മുൻവശം ഇങ്ങനെയാണ്. ഇപ്പോൾ വാഴയൊക്കെ വെച്ചതുകൊണ്ട് റോഡ് കാണില്ല, അല്ലെങ്കിൽ റോഡ് ശരിക്കും കാണുകയാണ് വീട്ടിൽ നിന്ന്. പിന്നെ വരുമ്പത്തേക്കൂടെ വേണം നമ്മളെ വീട്ടിലേക്ക് പോകാം. ഇങ്ങനെ കയറിയിട്ട് പിന്നെ വേറെ ആളെ സ്ഥലമൊക്കെ കേട്ടോ. അല്ല അങ്ങോട്ട് പോകല, ഇപ്പോൾ കാടാണ്. നമ്മൾ പോലെ അച്ചാ വെള്ളപ്പൂ പറിച്ചാൽ നട്ടത്. അച്ഛൻ നല്ല പറിക്കാൻ നോക്കുന്നുണ്ട്. അച്ഛാ നോക്കണേ, അങ്ങ് കയറേണ്ട അച്ഛാ. ഇവിടുന്ന് വടിയെടുത്തിട്ടൊന്നും ആവൂല. അച്ഛൻ പറിക്കുന്നുണ്ട് കേട്ടാ. അച്ഛൻ പറിക്കുന്ന തനൂട്ടിതാ. അവർക്കെന്തോ ക്ലാസ്സിൽ പഠനമോ മറ്റു ക്ലാസ്സിൽ പാടത്തിൻ്റെ എന്തോ ഇതാന്ന് തോന്നുന്നു. പൂവ് മതി നീ വന്നോട്ടെ അച്ഛൻ. അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ഇത്ര ആളാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഏട്ടനും പണിക്ക് പോയിട്ടുള്ളത്. തനൂട്ടിക്ക് അച്ചാച്ച ഇത്ര പൂവും കൂടെ പറിച്ചെടുത്ത്. അത് മതി. തനൂട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ മോളാണ് അനാമി. മോള് സ്കൂൾ പോകാൻ ചായ കുടിക്കുന്ന തിരക്കാണ്. തനൂട്ടിക്ക് തന്നെ പൂ കിട്ടിയതിന് സന്തോഷം. കാണിച്ചില്ല. കുറേ തരം പൂ കിട്ടി. ഇതാണ് ഒരു പൂവ്. എനിക്ക് പിന്നെ ഇത് ഒരു പൂവാണ്, പക്ഷെ ഇതിൻ്റെ അകത്ത് കാണും തോന്നുന്നില്ല. കണ്ണനും കൂടി ഉണ്ട്. ഓൻ ഉള്ളിൽ നിന്ന് എഴുതുന്ന തിരക്കാണ്. ഒരു ലീവിനോട് കുറേ എഴുതാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ സ്കൂൾ പോകേണ്ട രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എടുത്തേട്ടാ. അപ്പോൾ ഇനി അടുത്ത് കാണാം.